നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിനെ കൊടുക്കാനുള്ള വിരുന്ന്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, പരീശ പ്രമാണികളിൽ ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബ്ബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവൻ അവനെ തൊട്ട് സൗഖ്യമാക്കി വിട്ടയച്ചു. പിന്നെ അവരോട്, നിങ്ങളിൽ ഒരുത്തൻ്റെ മകനോ കാളയോ ശബ്ബത്ത് നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു വിരുന്നിന് പരീശന്മാർ ഒത്തുകൂടി ക്ഷണിച്ചത്, പരീശന്മാർ ന്യായശാസ്ത്രിമാരോടുണ്ടായിരുന്നു. ഒരു പരീശന്റെ വീട്ടിൽ യേശുവിനെ ശിഷ്യന്മാരെയും ഒക്കെ ക്ഷണിച്ചൊരു ഭക്ഷണത്തിന് തയ്യാറായത് യേശുവിനോടുള്ള ആദരവ് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് അവരൊരു മഹോദരമുള്ള ഒരു മനുഷ്യനെയും കൂടെ അവിടെ വരുത്തിയിരുന്നു. യേശു അവന് സൗഖ്യം നൽകുമോ ഇല്ലയോ എന്നുള്ളതറിയണം. എന്ന് പറഞ്ഞാൽ, യേശു അവന് സൗഖ്യം നൽകിയാൽ, ശബ്ബത്തിൽ സൗഖ്യം നൽകിയാൽ യേശു ശബ്ബത്ത് ലംഘിച്ചു എന്ന് ഉറപ്പാക്കണം. അതിനാണ്. കാരണം യേശു ചികിത്സ ചെയ്തു എന്ന് വരുത്തണം. ഇവരിപ്പോൾ ചെയ്തിരിക്കുന്നത് വാസ്തവത്തിൽ ദൈവത്തിന് നിരക്കുന്ന കാര്യമല്ല. കാരണം ഈ ശബ്ബത്ത് നാളിൽ അത് അന്ന് അവരുടെ പള്ളിയിൽ പോയി ആരാധന നടത്തേണ്ട, ദൈവത്തെ സ്തുതിക്കേണ്ട, വചനം ധ്യാനിക്കേണ്ട, വായിക്കേണ്ട ദിവസമാണ് യഹൂദനെ സംബന്ധിച്ച് ശബ്ബത്ത് നാൾ. അന്ന് തീ കത്തിക്കാനോ ഭക്ഷണം ഉണ്ടാക്കാനോ പാടില്ല. പക്ഷേ യേശുവിനെ കൊടുക്കാൻ വേണ്ടി അന്നവർ വിപുലമായ ഒരു ഭക്ഷണത്തിന് തയ്യാറാകുകയാണ്. അതിനുവേണ്ടി പണം മുടക്കാനും അതിനുവേണ്ടി അധ്വാനിക്കാനും തയ്യാറാകാണ്. കാരണം യേശുവിനെ പിടിക്കാനാണ്. എലിയെയൊക്കെ പിടിക്കാൻ വേണ്ടി എലിക്ക് ഭക്ഷണം ഇടാറുണ്ടല്ലോ, അല്ലെങ്കിൽ പുലിയെ പിടിക്കാൻ വേണ്ടി കൂടിനകത്ത് ആടിനെയൊക്കെ ഇടുന്നത് പോലെ യേശുവിനെ പിടിക്കാൻ വേണ്ടി അവർ ഒരു ഭക്ഷണം ഒരുക്കുകയാണ്. അന്ന് തീ കത്തിക്കാനായിട്ട് പാടില്ല. അന്നിങ്ങനെ ഉള്ള അതിഥി സൽക്കാരം അതൊന്നും അന്ന് പാടുള്ളതല്ല. പക്ഷേ യേശുവിനെ കൊടുക്കാൻ വേണ്ടി അവരത് ചെയ്യുകയാണ്. മാത്രമല്ല, അന്ന് വചനം ധ്യാനിക്കുകയും ദൈവസന്നിധി വിനയപ്പെടുകയും ദൈവത്തോട് അടുക്കുകയും ദൈവവചനം പ്രമാണിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആളുകൾ ഒരു ചതിവിന് തയ്യാറാകുകയാണ്. അതിനുവേണ്ടിയാണ് മഹോദരമുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ടുള്ളത്. മഹോദരവം എന്ന് പറയുന്ന ഈ രോഗം വയറ് വീർക്കയാണ്. ഈ വയറ് വീർക്കയുടെ കാരണം ലിവർ സിറോസിസ് ഉള്ള ആളുകൾക്ക് വയറിൽ വെള്ളം കെട്ടിയിട്ട് വയറ് വീർക്കും. ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ചികിത്സ കൊണ്ട് മാറാത്ത ഒരു രോഗമായിരുന്നു അത്. ഇവന് രോഗസൗഖ്യം കിട്ടേണ്ടതിന് വേണ്ടിയൊന്നും അല്ല അവർ കൊണ്ടുവന്നത്, മറിച്ച് യേശുവിനെ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ യേശു കാണത്തക്കവണ്ണം അവനെ കൊണ്ട് നിർത്തി. യേശു അവരോട് ചോദിക്കുകയാണ്, ശബ്ബത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞാൽ, ഈ വയറ് വീർത്തിരിക്കുന്ന നിമിത്തം ശ്വാസം മുട്ടുന്ന, നടക്കാൻ കിടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഈ മനുഷ്യന് ശബ്ബത്തെന്ന് പറഞ്ഞാൽ സ്വസ്ഥതയാണല്ലോ. സ്വസ്ഥത നൽകുന്നത് ന്യായമാണോ വിഹിതമാണോ എന്നാണ് യേശു അവരോട് ചോദിച്ചത്. അവർ മിണ്ടാതിരുന്നു. അത് നല്ലതാണ് എന്ന് അവർക്ക് പറയാനൊക്കെ ഇല്ലല്ലോ. കാരണം അപ്പോൾ അവർ സമ്മതിച്ചിട്ടാണ് യേശു സൗഖ്യമാക്കിയെന്ന് വരും.
അത് തെറ്റാണ് എന്നവർക്ക് പറയാനൊക്കെയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവന് സൗഖ്യം യേശു കൊടുക്കണം, അതിനുവേണ്ടിയാണല്ലോ അവർ കൊണ്ടുവന്നത് യേശുവിനെ പിടിക്കാൻ. അതുകൊണ്ട് അവർ മിണ്ടാതിരുന്നു. യേശു അവനെ തൊട്ടു, അവന് സൗഖ്യമായി. യേശു അവരുടെ മനോഭാവം മനസ്സിലാക്കി, ചിന്താഗതി മനസ്സിലാക്കിയിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഒരു മകൻ ഒരു കുഴിയിൽ വീണെന്നിരിക്കട്ടെ ശബത്തിൽ, അവൻ ബുദ്ധിമുട്ടിലായി, അവനൊരു സ്വസ്ഥതയില്ല, നിങ്ങൾ അവനെ എടുക്കുകയില്ലേ? അല്ല, നിങ്ങളുടെ ഒരു കാള ഒരു കുഴിയിൽ വീണു ശബത്തിൽ, അതിന് സ്വസ്ഥതയില്ല, അതിങ്ങനെ അമറിക്കൊണ്ടിരിക്കുകയാണ് വേദനപ്പെട്ട്, നിങ്ങൾ അതിനെ എടുത്ത് അതിന് സ്വസ്ഥത നൽകുകയില്ലേ? തീർച്ചയായിട്ടും ദൈവമായ ഞാൻ തീർച്ചയായിട്ടും ഇവന് സൗഖ്യം നൽകേണ്ടതല്ലേ? അവരോ മിണ്ടാതിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ സദ്യ ഒരുക്കിയിട്ടുള്ളതെന്ന് യേശുവിന് സർവജ്ഞാനത്തിൽ അറിയാം. പക്ഷെ എന്തിനാണ് യേശു അവിടെ പോയത്? യേശു അവിടെ പോയത് അവിടെ ഒരു ഉദരവുള്ള ഒരു വയറു വീർത്ത ഒരു മനുഷ്യൻ വരുമെന്ന് യേശുവിന് അറിയാം. അവന് സൗഖ്യം നൽകാനാണ്. അവന് സൗഖ്യം നൽകുന്നത് കൊണ്ട് ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശുവിന് എതിരാകും എന്ന് യേശുവിന് അറിയാം. അത് യേശു കാര്യമാക്കുന്നില്ല. ആളുകൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ, അതാണ്. ആളുകൾ ദൈവത്തെ, സത്യദൈവം ആരാണെന്ന് അറിയട്ടെ, അതായിരുന്നു യേശുവിൻ്റെ താല്പര്യം. പ്രിയപ്പെട്ടവരെ, ഏത് കാലത്തും കപടഭക്തരും മൂഢഭക്തരുമായ വചനപരിജ്ഞാനമില്ലാത്ത, ദൈവസ്നേഹമില്ലാത്ത ആളുകൾ, അവർ തീർച്ചയായിട്ടും ദൈവനാമത്തിന് ഇതുപോലെ അപമാനമാണ്. എന്നാൽ യേശു ബലഹീനരായ, രോഗികളായ, എളിയവരായ ആളുകളെ സ്നേഹിക്കുകയും അവർക്ക് ഈ രക്ഷാപരിജ്ഞാനം അല്ലെങ്കിൽ തൻ്റെ ദൈവത്വം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. നമുക്കതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടും.